കറന്റ് അഫയേഴ്സ് 2026 ഓഗസ്റ്റ് 27 വ്യാഴം. ചോദ്യം 1. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2026 ഓഗസ്റ്റ് 25 അധ്യക്ഷത വഹിച്ച പ്രഗതി യോഗം എത്രാമത്തേതായിരുന്നു? ഉത്തരം 53ാമത് പ്രഗതി യോഗം. ഈ യോഗത്തിൽ റെയിൽവേ, റോഡ്, ഊർജ്ജ മേഖലകളിലായി 9 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചുകിടക്കുന്ന 30,000 കോടിയിലധികം രൂപയുടെ 6 പ്രധാന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ വിലയിരുത്തുകയുണ്ടായി. ചോദ്യം 2. 2026 ഓഗസ്റ്റ് 26 ഇന്ത്യയും ചൈനയും തമ്മിൽ നടന്ന അതിർത്തി ചർച്ച ഏത് റൗണ്ടായിരുന്നു? ഉത്തരം 25ാമത് സ്പെഷ്യൽ റെപ്രസെന്റേറ്റീവ്സ് ചർച്ച. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യ മന്ത്രി വാങ് യിയും തമ്മിൽ ബീജിംഗിൽ വെച്ച് നടന്നത് 25ാമത് സ്പെഷ്യൽ റെപ്രസെന്റേറ്റീവ്സ് (SR) അതിർത്തി ചർച്ചയായിരുന്നു. 2026 ഓഗസ്റ്റ് 25, 26 തീയതികളിലായി നടന്ന ഈ ചർച്ചയിൽ അതിർത്തിയിൽ സമാധാനം നിലനിർത്തുന്നതിനായി 8 ഇന ധാരണകളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവെക്കുകയുണ്ടായി. ചോദ്യം 3. 2026 ഓഗസ്റ്റ് 27 ഗേറ്റ് 2027 രജിസ്ട്രേഷൻ ആരംഭിച്ച സ്ഥാപനം ഏത്? ഉത്തരം IIT മദ്രാസ്. 2026 ഓഗസ്റ്റ് 27 ഗേറ്റ് 2027 പരീക്ഷയ്ക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ GOAPS പോർട്ടൽ വഴി ആരംഭിച്ചത് IIT മദ്രാസ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ് ആണ്. ഗേറ്റ് 2027 പരീക്ഷയുടെ സംഘാടകർ ഓർഗനൈസിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് IIT മദ്രാസ് ആണ്. ചോദ്യം 4. ഗേറ്റ് 2027 രജിസ്ട്രേഷനിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നിർബന്ധമാക്കിയ പുതിയ സംവിധാനം ഏത്? ഉത്തരം ഡിജി ലോക്കർ അടിസ്ഥാനത്തിലുള്ള രജിസ്ട്രേഷൻ. ഗേറ്റ് 2027 അപേക്ഷ സമർപ്പണത്തിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഡിജി ലോക്കർ അടിസ്ഥാനമാക്കിയുള്ള രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. അപേക്ഷകരുടെ പേര്, ജനനത്തീയതി, മൊബൈൽ നമ്പർ, ഇമെയിൽ വിലാസം, ഫോട്ടോ തുടങ്ങിയ വിവരങ്ങൾ ഡിജിലോക്കറിലൂടെ തനിയെ ഓട്ടോഫേച്ച് ചെയ്തെടുക്കുന്ന രീതിയിലാണ് ഈ പുതിയ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ചോദ്യം 5. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് 2026 ഓഗസ്റ്റ് 25 കൈമാറിയ ICGS അജീത് നിർമ്മിച്ചത് ഏത് കപ്പൽശാലയാണ്? ഉത്തരം ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് GSL. 2026 ഓഗസ്റ്റ് 25 ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് കൈമാറിയ ഫാസ്റ്റ് പട്രോൾ വെസൽ FPV ആയ ICGS അജീത് നിർമ്മിച്ചത് ഗോവയിൽ സ്ഥിതി ചെയ്യുന്ന ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് GSL എന്ന കപ്പൽശാലയാണ്. അദമ്യ ക്ലാസ് ശ്രേണിയിലെ 7ാമത്തെ കപ്പലാണിത്. 65% തദ്ദേശീയ സാങ്കേതികവിദ്യയും ഇൻഡിജിനസ് കോണ്ടന്റ്, നിയന്ത്രിത പിച്ച് പ്രൊപ്പല്ലർ CPP സംവിധാനവും ഉപയോഗിച്ചാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ചോദ്യം 6. കാർബോസൾഫാൻ കീടനാശിനിയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ അടുത്തിടെ സ്വീകരിച്ച നടപടി എന്താണ്? ഉത്തരം പൂർണ്ണ നിരോധനത്തിനുള്ള നിർദ്ദേശം മുന്നോട്ടുവച്ചു. മനുഷ്യന്റെ ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും പക്ഷിമൃഗാദികൾക്കും ഇത് ഉണ്ടാക്കുന്ന കടുത്ത വിഷബാധയും സുരക്ഷാ ആശങ്കകളും കണക്കിലെടുത്താണ് നിരോധന തീരുമാനം. ചോദ്യം 7. RBI സെൻട്രൽ ബോർഡിലെ പാർട്ട് ടൈം നോൺ ഓഫീഷ്യൽ ഡയറക്ടറായി 2026 ഓഗസ്റ്റിൽ നിയമിതനായ മുൻ ISRO ചെയർമാൻ ആര്? ഉത്തരം ഡോക്ടർ S. സോമനാഥ്. 4 വർഷത്തെ കാലാവധിക്കാണ് അദ്ദേഹത്തെ ഈ പദവിയിലേക്ക് നിയമിച്ചിരിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം വ്യവസായി ആനന്ദ് മഹീന്ദ്രയെയും RBI ബോർഡിൽ നോൺ ഓഫീഷ്യൽ ഡയറക്ടറായി വീണ്ടും നിയമിച്ചിട്ടുണ്ട്. ചോദ്യം 8. ഇന്ത്യ മൊറോക്കോ സംയുക്ത കമ്മീഷന്റെ ഏത് സമ്മേളനമാണ് 2026 ഓഗസ്റ്റിൽ നടന്നത്? ഉത്തരം 7ാമത് ഇന്ത്യ മൊറോക്കോ ജോയിന്റ് കമ്മീഷൻ. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേന്ദ്ര വാണിജ്യ വ്യവസായ, ഇലക്ട്രോണിക്സ് ID സഹമന്ത്രി ജിതിൻ പ്രസാദയും മൊറോക്കോയുടെ വിദേശവ്യാപാര സഹമന്ത്രി ഒമർ ഹെജിറയും ചേർന്നാണ് യോഗത്തിന് അധ്യക്ഷത വഹിച്ചത്. ചോദ്യം 9. 2026 ഓഗസ്റ്റ് 27 ഹിൻഡാൽകോ ഇന്ത്യയിൽ ആദ്യമായി ഏത് ഉൽപ്പന്നത്തിന്റെ നിർമ്മാണ പ്ലാന്റ് കമ്മീഷൻ ചെയ്തു? ഉത്തരം സൂപ്പർഫൈൻ പ്രിസിപിറ്റേറ്റഡ് അലൂമിനിയം ട്രൈഹൈഡ്രേറ്റ് PPTATH. ചോദ്യം 10. നേപ്പാളിലെ അടുത്തകാലത്തെ പ്രളയവുമായി ബന്ധപ്പെട്ട പ്രധാന നദി ഏത്? ഉത്തരം ബോട്ടെ കോശി നദി. ഹിമാലയത്തിലെ മഞ്ഞുപാളികൾ തകർന്നു വീണതിനെ ഗ്ലേസിയൽ കൊളാപ്സ്
ആവലാഞ്ച് തുടർന്നാണ് ബോട്ടെ കോശി നദിയിലും അതിന്റെ പോഷകനദിയായ ലെൻഡെ കോശിയിലും പെട്ടെന്ന് വെള്ളപ്പൊക്കവും ചെളിവെള്ളപ്പാച്ചിലും ഉണ്ടായത്. നദിയിലെ വെള്ളം കവിഞ്ഞൊഴുകി തൃശൂലി നദിയിലേക്കെത്തുകയും അതിർത്തിയിലെ മിതേരി പാലം, റോഡുകൾ, ജലവൈദ്യുത നിലയങ്ങൾ എന്നിവ തകരുകയും ചെയ്തു. ചോദ്യം 11. 2026 ഓഗസ്റ്റ് 29 മുതൽ 30 വരെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഏത് രാജ്യം സന്ദർശിക്കും? ഉത്തരം: ഉസ്ബെക്കിസ്ഥാൻ. ഉസ്ബെക്ക് പ്രസിഡന്റ് ഷൗക്കത്ത് മിർസിയോയേവിന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി താഷ്കെൻഡിലേക്ക് ഉഭയകക്ഷി സന്ദർശനം നടത്തുന്നത്. പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ 4ാമത്തെ ഉസ്ബെക്കിസ്ഥാൻ സന്ദർശനമാണിത്. ഇതിനുശേഷം ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 1 വരെ കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ നടക്കുന്ന 26ാമത് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ SCO സമ്മിറ്റ് പങ്കെടുക്കാൻ അദ്ദേഹം യാത്ര തിരിക്കും. Thank you for watching.